ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹൻ വരാന്തയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ മീനാക്ഷിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അവളാണെങ്കിൽ വേഗം തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ തുളസി വിളിച്ചത് കാരണം പ്രസന്നയാണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. ചന്ദ്രമോഹനെ കാണുമ്പോൾ തന്നെ പ്രസന്നയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവരാണെങ്കിൽ മുഖം വീർപ്പിച്ചങ്ങനെ നിൽക്കുന്നു. ചേച്ചി എന്ന് ചന്ദ്രമോഹൻ വിളിക്കുന്ന സമയത്തും സാറേ പറഞ്ഞ വാക്ക് പാലിക്കണമായിരുന്നു, ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയെന്ന് പറയുകയാണ്. ഇവിടുത്തെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഞങ്ങളെ നാണം കെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചേച്ചി അവസ്ഥയൊക്കെ അറിയാലോ, മേനോൻ സാറിന് അപകടം പറ്റി, സാറുടെ ഭാര്യ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ സാറ് ഞങ്ങളുടെ കൂടെ അവസ്ഥയും വിഷമമൊക്കെ മനസ്സിലാക്കണമായിരുന്നു എന്ന് പ്രസന്ന പറയുകയാണ്. ഇത് കേട്ടിട്ട് തുളസിയാണെങ്കിൽ ആ ഒരു സംഭാഷണം അവിടെ അവസാനിപ്പിച്ചിട്ട് പ്രസന്നയോട് ചായ എടുക്കാനായിട്ട് പറയുന്നു. പ്രസന്ന ദേഷ്യത്തോടെ തന്നെ ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം മീനാക്ഷി ആണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് കരയുന്നു. അങ്ങനെ ചായയുമായിട്ട് പ്രസന്ന വരുന്നുണ്ട്. ചായ കുടിച്ചിട്ട് ചന്ദ്രമോഹനാണെങ്കിൽ തുളസീധരനെ നോക്കുന്ന സമയത്ത് തുളസി പറയുകയാണ്, ഇവിടെയുള്ള ആരും ഞങ്ങൾ പറഞ്ഞതൊന്നും ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ മോളുടെ ഭർത്താവ് ഗൾഫിലാണെന്നാണ്. പക്ഷെ മീനാക്ഷി അവൾ നുണ പറയാനായിട്ട് സമ്മതിച്ചില്ല, സത്യം പറഞ്ഞു. ഏതാണ്ട് സർവഗസി മറ്റൊന്നൊക്കെ പറഞ്ഞ് അവളുള്ള കാര്യം തുറന്നു പറഞ്ഞെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, എന്നിട്ട് ഇവിടെയുള്ളവർ വിശ്വസിച്ചോ? കുറച്ച് പേർ വിശ്വസിച്ചു, നാട്ടുമ്പുറത്തുകാരല്ലേ. ചില ആളുകൾ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും സാറ് വന്നല്ലോ, ഇനിയിപ്പോൾ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാറ് വന്നതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ തന്നെ സത്യമാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് പറയുകയാണ്. അങ്ങനെ അവിടേക്ക് മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞുമായിട്ട് വരികയാണ്. മീനാക്ഷിയെ കാണുമ്പോൾ തന്നെ ചന്ദ്രമോഹൻ ആകെ ഷോക്കാവുന്നു. കാരണം മീനാക്ഷി കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ടാണ് വരുന്നത്. മാത്രമല്ല അവളാണെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ചന്ദ്രമോഹന് മനസ്സിലാവുകയാണ്. ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട്, എന്താ മീനാക്ഷി, എന്തെങ്ങനെ വാടി തളർന്നിരിക്കുന്നത്? ഒന്നുമില്ല സാറേ, സാറ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുമെന്ന് കേട്ടപ്പോൾ തന്നെ ചങ്ക് പൊട്ടുകയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. സാറിന് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുപോയാലേ മതിയാവൂ, കരാർ പ്രകാരം കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ട ദിവസം കഴിഞ്ഞല്ലോ. പക്ഷേ ഇനിയും വാക്ക് തെറ്റിച്ചാൽ ശരിയാവില്ല. കല്യാണം കഴിയാത്ത മീനാക്ഷിയുടെ കയ്യിൽ ഒരു കുഞ്ഞ്, അത് ശരിയല്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ഭാവി നമ്മളായിട്ട് ഇല്ലാതാക്കുകയല്ലേ. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മേനോൻ സാറിന് എങ്ങനെയുണ്ട്? സാറിൻ്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. ഹോസ്പിറ്റലിൽ ICUലായിരുന്നു 3 മാസം. പിന്നീട് 2 കാലും ആക്സിഡൻറ്റിൽ ഫ്രാക്ചറായി. ഒരുപാട് സർജറീസ് കഴിഞ്ഞു. ഇപ്പോൾ വീൽ ചെയറിലാണ്, നടക്കാൻ പോലും കഴിയില്ല. സാറ് മോളെക്കുറിച്ച് ചോദിക്കാറുണ്ടോ? അതിനുള്ള മാനസികാവസ്ഥയൊന്നും സാർക്കായിട്ടില്ല. മേഡം മരിച്ചതിൻ്റെ ഷോക്ക് ഇതുവരെയും സാറിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ആ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ തന്നെ മേനോൻ സാറിന് കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ടിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, പിന്നെ ആർക്കാണ് എൻ്റെ മോളെ കൊണ്ടുപോയി കൊടുക്കുന്നത്? മേനോൻ സാറ് സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. മേഡം ആണെങ്കിൽ മരിച്ചുപോയി. പിന്നെ ആരാ ഇവളെ വളർത്താനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിൻ്റെ ബന്ധുക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നിട്ട് എന്താ തീരുമാനം എന്നിങ്ങനെ തുളസി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചിൽഡ്രൻസ് ഹോമിൽ ആക്കാമെന്നാണ്. അവർക്ക് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. ഇത് കേട്ട് മീനാക്ഷിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്ത്, ചിൽഡ്രൻസ് ഹോമിലോ? എൻ്റെ കുഞ്ഞെന്തിനാ അവിടെ വളരുന്നത്? മീനാക്ഷി, അതല്ലാതെ വേറൊരു വഴിയില്ല ഞങ്ങൾക്ക് മുന്നിൽ. മീനാക്ഷിയുടെ കയ്യിൽ എത്രയെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ വളർത്താനായിട്ട് ഏൽപ്പിക്കുക, അത് വേണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ മാറ്റം തന്നെ തീരുമാനിച്ചു. ചിൽഡ്രൻസ് ഹോം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് അനാഥയെ പോലെ വളരുന്നു എന്നല്ല. കുഞ്ഞിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കും, പണമായാലും എന്തായാലും. തുളസി പറയാണ്, അത് മതി സാറേ, എന്തായാലും നല്ല കാര്യം. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞൊന്ന് തറയിൽ നിന്നും ഒഴിഞ്ഞു കിട്ടിയാൽ മതി, അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് മീനാക്ഷിക്കും പ്രസന്നയ്ക്കും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് ആക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോകുന്നു. പ്രസന്നയും പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് ചന്ദ്രമോഹൻ തുളസിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇത്, കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഇതാണോ അവസ്ഥ? എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങളാണ് വാക്ക് തിരിച്ചത്. ഇപ്പോൾ അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഫിലോമിന അങ്ങോട്ട് വരുന്നത്. ആഹാ തുളസിയേട്ടാ, കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് ആൾ വന്നെന്ന് കേട്ടു, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ സാറാണോ? അങ്ങനെ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ആ അതെ, സാറാണോ കുഞ്ഞിൻ്റെ അച്ഛൻ? കണ്ടാലും അങ്ങനെ പറയും, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല ഞാനല്ല, എൻ്റെ ബന്ധുവാണ്. ആ അതല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി, കാരണം സാറേ കണ്ട പ്രായം ചെറുപ്പമാണ്. സാറിൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചോ? ഇല്ല, ഇപ്പോഴില്ല, പിന്നീടൊരിക്കൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ്. ആ ഞാനെന്താന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ, അപ്പോൾ ഒരു നോക്ക് അതിനെ കാണാമെന്ന് കരുതി വന്നതാണ്. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ മീനാക്ഷിയെയും പ്രസന്ന ചേച്ചിയെയും കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫിലോമിന അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ തുളസീധരനാണെങ്കിൽ കൈ കൊണ്ട് തടുക്കുകയാണ്. ഫിലോമിനെ പോയിട്ട് പിന്നീട് വായോ, ഇപ്പം ഞങ്ങൾ കുടുംബക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ വേഗം തന്നെ ഫിലോമിന എങ്കിൽ ശരി, ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഫിലോമിന ഇറങ്ങി പോകുന്ന സമയത്ത് കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പിറുപിറുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഫിലോമിന നേരെ പോകുന്നത് ആശാൻ്റെ വീട്ടിലേക്കാണ്. അതെ സീതേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു.
ആശാനും സീതയും അങ്ങോട്ട് വരികയാണ്. എന്താ ഫിലോമിനെ, എന്താ കാര്യം? കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ടേ ആരോ വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ആ വന്നിട്ടുണ്ട് സാറാണ്, അതായത് കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് ആശാൻ പറയുമ്പോൾ, അല്ലെന്നേ അവിടെ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തർക്കം? അറിയില്ല, കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ലെന്ന് തോന്നുന്നു. അതെന്താ മീനാക്ഷി വിട്ടുകൊടുക്കുന്നില്ലേ എന്ന് സീത ചോദിക്കുമ്പോൾ, അതൊന്നും അറിയില്ല, എന്തായാലും ഭയങ്കര കലഹമാണ് അവിടെ നടക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ആശാൻ പറയുന്നുണ്ട്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ എന്തായാലും എനിക്കറിയില്ല, ഒരുപക്ഷെ കാശിൻ്റെ കാര്യം ചൊല്ലിയാവാം എന്തെങ്കിലും നടക്കുന്നുണ്ടാകുമെന്ന് ഫിലോമിന പറയുന്നു. അങ്ങനെ അവിടെ നിന്നും ഫിലോമിന ശാരദയുടെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ആശാനും ഭാര്യയും എന്തൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കും. പിന്നീട് തുളസീധരനാണെങ്കിൽ മീനാക്ഷിയുടെ റൂമിലേക്ക് പോകുന്നു. എന്നിട്ട്, മോളെ മീനു, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? ആ കുഞ്ഞിനെ അങ്ങ് കൊടുത്തേക്ക്, അവരതിനെ കൊണ്ടുപോട്ടെ, അതിനെ വളർത്ത്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നീ എന്തിനാ അതിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ വളരെ സമാധാനത്തോടെയും സ്നേഹത്തോടെയും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അച്ഛ, അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടേ ഈ കുഞ്ഞ് ഇവിടെ നിന്നും പടിയിറങ്ങി. ഇതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ ചോരയാണ് അതിൻ്റെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞാനതിൻ്റെ അമ്മയാണ്, പെറ്റ. അതുകൊണ്ട് എനിക്കതിന് സമ്മതിക്കാനായിട്ട് കഴിയില്ലെന്ന് പറയുമ്പോൾ, നീ കളിക്കാൻ നിൽക്കരുത്, കല്യാണം കഴിയാത്ത പെണ്ണാണ് നീ, നിനക്കൊരു ഭാവിയുണ്ട്, ഈ കുഞ്ഞിനെ നീ എത്ര കാലം വെച്ചിട്ടാണ് വളർത്തുക? എൻ്റെ ജീവനുള്ളത് വരെ ഞാൻ അതിനെ വളർത്തും. ഒരുമാതിരി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ചു, ഇനി സഹിച്ചെന്ന് വരില്ലെന്ന് പറയുമ്പോൾ, അച്ഛനിപ്പോൾ എന്താ വേണ്ടത്? കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് കൊടുക്കണമെന്നല്ലേ? അച്ഛൻ്റെ കസ്റ്റഡിയിൽ ഏതെങ്കിലും കുഞ്ഞുണ്ടെങ്കിൽ കൊടുത്തേക്ക്, എൻ്റെ കുഞ്ഞിനെ കിട്ടില്ല. അങ്ങനെ ചന്ദ്രമോഹൻ അങ്ങോട്ട് വരികയാണ്. മീനാക്ഷി, ഇങ്ങനെ വാശി പിടിക്കരുത്, മേനോൻ സാറിൻ്റെ ബന്ധുക്കളാണ് ഈ കുഞ്ഞിനെ മാറ്റാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മേനോൻ സാറിന് കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാനോ പറയാനോ കഴിയാത്തൊരവസ്ഥയാണ്. അദ്ദേഹം റിക്കവറായി വന്നാൽ ഞങ്ങൾ ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ, ഈ കുഞ്ഞിന് ഈ ഭൂമിയിൽ രണ്ട് അവകാശികളേ ഉള്ളൂ. എനിക്ക് വിശ്വാസമുള്ളത് രണ്ട് പേരെ മാത്രമുള്ളൂ. എൻ്റെ കുഞ്ഞ് ഒരിക്കലും കരയില്ല എന്ന് ഉറപ്പാക്കാൻ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന 2 പേർ. ഒന്ന് ഞാൻ, പിന്നൊന്ന് ഈ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള മേനോൻ സാറ്. ഇവരുടെ കൈകളിലേക്കല്ലാതെ എൻ്റെ കുഞ്ഞ് മറ്റാരുടെയും കൈകളിലേക്ക് പോവില്ല. ആരും അവളെ നല്ല രീതിക്ക് വളർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സാറ് വന്ന രീതിക്ക് തന്നെ പോവാൻ നോക്ക്, ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടു തരില്ലെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ചന്ദ്രമോഹനാണെങ്കിൽ ആകെ ഷോക്കാവും. മേനോൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞേക്ക്, സാറിന് ബുദ്ധിയും ബോധവും ആരോഗ്യവും എപ്പോൾ തിരിച്ചു കിട്ടുന്നുവോ ആ സമയം വന്ന് എൻ്റെ കുഞ്ഞിനെ ചോദിക്കാൻ പറയേ. മേനോൻ സാറിൻ്റെ കൈകളിലേക്കല്ലാതെ ഇവളെ ഞാൻ മറ്റാർക്കും കൊടുക്കില്ല. അതിനിപ്പോൾ ആര് എന്ത് വന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തൻ്റെ അവസാന തീരുമാനവും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമോഹൻ ഒന്നും പറയാതെ പുറത്തേക്ക് പോകും. ഈ സമയം തുളസീധരൻ പറയുന്നുണ്ട്, എൻ്റെ ശത്രു ഇത്രയും കാലം ആ നിൽക്കുന്ന അല്ലെങ്കിൽ ആ പോയ ആളാണെന്ന് വിചാരിച്ചത്, ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു അവരല്ല, നീയാണെന്ന് പറഞ്ഞ് മീനാക്ഷിയോട് ദേഷ്യത്തോടെ സംസാരിച്ച് തുളസിയും പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പ്രസന്നയാണെങ്കിൽ മീനുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ എത്രയെന്ന് വെച്ചാൽ നീ ഈ കുഞ്ഞിനെ വളർത്തുക, നിനക്കൊരു വിവാഹവും ജീവിതമൊക്കെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മരിക്കുവോളം എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇരുന്നോളാം അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ആരും ആശങ്കപ്പെടണ്ട, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരുന്നാൽ മതിയെന്നൊക്കെ മീനാക്ഷി പറയുകയാണ്. ഇത് കേട്ട് പ്രസന്നയ്ക്ക് മറുത്തൊന്നും പറയാൻ തോന്നുന്നില്ല, അവരും മിണ്ടാതെ ഇരിക്കും. അങ്ങനെ ചന്ദ്രമോഹൻ്റെ പുറകെ തന്നെ തുളസിയും പുറത്തേക്ക് വരികയാണ്. സാറേ, ഇതൊക്കെ നിങ്ങൾ വരുത്തി വെച്ച വിനയാണ്, അന്ന് തന്നെ പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങാനും സംഭവിക്കുമായി, എന്തിനാ സാറേ ഇങ്ങനെ ദ്രോഹിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, സാറേ തുളസിയേട്ട, എല്ലാം ആരും വരുത്തി വെച്ചതല്ല, സ്വയമേ ഉണ്ടായതാണ്, എല്ലാം വിധി. പക്ഷേ ഞങ്ങളിപ്പോൾ കുഞ്ഞിനെ ഏറ്റെടുക്കാനാണ് വന്നിരിക്കുന്നത്, മീനാക്ഷി വിട്ടുതരാത്തത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ, സാറിൻ്റെ ഭാഗത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ സാറ് പറയുന്നതൊക്കെ ന്യായമായിരിക്കാം, പക്ഷേ എൻ്റെ ഭാഗത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് ന്യായം. തുളസിയേട്ട, എന്തൊക്കെ പറഞ്ഞാലും അത് ഏട്ടൻ്റെ കൊച്ചുമോളാണ്, ഏത് വകയിൽ മീനാക്ഷിയുടെ കുഞ്ഞാണത്, മീനാക്ഷി കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചാലല്ലേ അതെൻ്റെ കൊച്ചുമോളാവുള്ളൂ, അല്ല ഏട്ടാ, അല്ലെങ്കിലും ഇതിപ്പോൾ ചേട്ടൻ്റെ കൊച്ചുമോൾ തന്നെയാണ്, പിന്നെ ചേട്ടൻ്റെ പേരക്കുട്ടിയാണെന്ന് പച്ച കുത്തിയിട്ടല്ലല്ലോ ആ കുട്ടി ഏത് കുട്ടിയായാലും പുറത്തേക്ക് വരിക, അതുകൊണ്ട് ചേട്ടൻ അതിനെ അംഗീകരിക്കാൻ പറ്റും. മേനോൻ സാർ പൂർണ്ണ ആരോഗ്യവാനാവുന്ന സമയത്ത് അതിനെ വന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് പറയും. എല്ലാം എൻ്റെ വിധി, എല്ലാവരോടും ഉത്തരം പറഞ്ഞും സമാധാനം പറഞ്ഞും ഞാൻ ഇനി അങ്ങനെ ജീവിച്ചു പോകേണ്ടി വരും, എനിക്കുണ്ടായ നഷ്ടങ്ങളും വേദനകളും ആരോട് പറയാൻ. ഇത് കേട്ടിട്ട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചേട്ടന് ഒരു സാധനം തരാനായിട്ട് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ചന്ദ്രമോഹൻ കാറിനടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഒരു ബാഗ് എടുത്തിട്ട് വരുന്നുണ്ട്. തുളസിയാണെങ്കിൽ എന്താണെന്ന് അറിയാൻ നോക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് പണമാണെന്ന്. 2 ലക്ഷം രൂപ ചന്ദ്രമോഹൻ അവിടുത്തെ കസാരയിൽ വെച്ച് കൊടുക്കുന്നു. ഈ സമയം തുളസിയാണെങ്കിൽ വല്ലാത്തൊരു ആകാംക്ഷയോടെ പണത്തിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ പൈസ ചേട്ടനെടുത്തോ, ചേട്ടൻ്റെ നഷ്ടങ്ങൾക്ക് പകരമാവില്ലെന്നറിയാം, പക്ഷേ ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്, ഇത്രയും കാലം ചേട്ടൻ കുഞ്ഞിനെയും അത് കാരണം കൊണ്ടുണ്ടായ അപമാനത്തെയും സഹിച്ചതിനും. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ സാർ
ഇത് കുഞ്ഞിനെ നോക്കിയതിനുള്ള പ്രതിഫലമാണ്. ഇതാര് തന്നു വിട്ടതാ? അത് മേനോൻ സാറല്ല, മേനോൻ സാറിൻ്റെ കുടുംബക്കാരാണെന്ന് പറയുമ്പോൾ അതെന്താ മേനോൻ സാർ തന്നുകൂടാതിരുന്നത്? അദ്ദേഹത്തിന് ഇപ്പോൾ കണക്കും മറ്റും നോക്കാനുള്ള അവസ്ഥയിലല്ല. പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. എങ്കിലേ സാറേ ഈ പൈസ ഇവിടെ വേണം. ഇത് സാറ് വന്ന പോലെ തന്നെ കൊണ്ടുവന്ന് നോക്ക്. മേനോൻ സാർ തരുന്ന അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ തരുന്ന പൈസ മാത്രം ഇവിടെ മതി. അദ്ദേഹത്തിന് ബോധമില്ലാതെ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ അംഗീകരിക്കുന്നതല്ല. അതിനിപ്പോൾ എത്ര വലിയ ബന്ധുക്കൾ തന്നുവിട്ടതാണെങ്കിലും വേണ്ടെന്ന് പറയുമ്പോൾ മീനാക്ഷി അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് ഒത്തിരി ആഗ്രഹമായിരുന്നു തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത് ജീവിപ്പിക്കണമെന്ന്. അതുകൊണ്ട് മീനാക്ഷി ഇത് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല സാറേ വേണ്ട. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ പേരിൽ എല്ലാവരും ഉണ്ടും മുറങ്ങിയും സുഖമായി ഇത്രയും കാലം ജീവിച്ചു. ഇനിയും അതിൻ്റെ പേരിൽ മുതലെടുക്കാനായിട്ട് പറ്റില്ല. ആ കുഞ്ഞു മുഖം കണ്ടാൽ ആർക്കാ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങാനായിട്ട് തോന്നുന്നത്? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ മേനോൻ സാർ വന്നാൽ ഞാൻ കൊടുക്കും. പക്ഷേ എന്നെങ്കിലും ഈ വാങ്ങിയ പൈസയൊക്കെ തന്നെ തിരിച്ചു തരാൻ മീനാക്ഷിക്ക് പറ്റുമെങ്കിൽ ആ ദിവസം ഞാൻ തന്നിരിക്കും. ഇത് കേട്ട് തുളസിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ മീനാക്ഷി എന്നുള്ള ആ നല്ല പെണ്ണിനെക്കുറിച്ച് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, അവൾ എൻ്റെ മകളാണ്, അവളുടെ പേരിൽ വിലപേശാനായിട്ട് ഞാൻ ഇനി സമ്മതിക്കില്ല. സാർ ഈ പൈസ എടുത്തിട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് ഉളുപ്പുണ്ടെന്നും കൂടി പറയുകയാണ്. ഇതൊക്കെ കേട്ട് തുളസിയാണെങ്കിൽ ഷോക്കായി നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.